ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ വർക്ക്ഷോപ്പിലിരിക്കുകയാണ് കേട്ടോ. നല്ല രാത്രിയായിട്ടുണ്ടാവും. ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വേദയുടെ കോള് വരുന്നുണ്ട് കേട്ടോ. ഈ വേതാളത്തിന് രാത്രിയായ ഉറക്കമില്ലേ, മനുഷ്യനെ വെറുതെ ശല്യപ്പെടുത്താനെന്ന് പറഞ്ഞിട്ട് വേദയുടെ കോള് കട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ദേ നീ പഴയതുപോലെയല്ല, ഇപ്പോൾ വീണ്ടും ദൈവനിശ്ചയപ്രകാരം വേദയുടെ കഴുത്തിൽ തന്നെ നിന്റെ താലി വന്ന് വീണിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിനക്ക് മാറ്റി പറയാനും പറ്റില്ല. നീ ഇപ്പോൾ ഒരു ഭർത്താവായി. നേരത്തും കാലത്തൊക്കെ വീട്ടിലെത്തണം, ഇല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ടാവും പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ഇങ്ങനെ വിക്രമിനെ കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ. പിന്നീടും വീണ്ടും തന്നെ വേദയുടെ കോള് വരുന്നുണ്ട്. അപ്പോൾ ദേഷ്യപ്പെട്ട് തന്നെ വിക്രം കോൾ എടുക്കുന്നുണ്ട്. എന്താടി വേദാളവേ, നിനക്ക് ഉറക്കമില്ലേ? എന്തിനാ ഇങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്? വിക്രം കട്ട് ചെയ്യില്ലേ? പിന്നെ നിങ്ങൾക്ക് രാത്രി ഡ്യൂട്ടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അതെ, അമ്മ പറഞ്ഞിട്ടാ ഞാൻ വിളിച്ചതെന്ന് ഇങ്ങനെ പറയാട്ടോ. അതെ, അമ്മയ്ക്ക് വിളിക്കാനേ അമ്മയുടെ കയ്യിൽ ഫോണുണ്ട്, നീ ഒന്ന് വെച്ചിട്ട് പോടിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ വീണ്ടും വേദ വിളിക്കുന്നുണ്ട്. വിക്രം കട്ട് ചെയ്യില്ല വിക്രം, ദേ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കമലാമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ് വേദ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, മോനെ നീ എവിടാ, നീ വരാറായില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താമ്മേ, ഞാൻ വർക്ക്ഷോപ്പിലുണ്ട്. എന്ത് പറ്റിയെന്നിങ്ങനെ ചോദിക്കുകയാണ്. ഒന്നുമില്ല, നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ അമ്മേന്നിങ്ങനെ പറയുമ്പോൾ അത് ഫോണിൽ കൂടെയല്ല, എനിക്ക് നേരിട്ടാണ് പറയേണ്ടത്, മോൻ പെട്ടെന്ന് വാന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ശരി അമ്മേ, ഞാൻ ഇപ്പം തന്നെ എത്തിക്കോളാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വേദയാണെങ്കിൽ കമലാമ്മയോട് പറയുന്നുണ്ട്, വിക്രമിന് അമ്മയോട് എന്ത് ഇഷ്ടമല്ലേ, എന്തായാലും അമ്മ പറഞ്ഞ ഇതുവരെ ഒരു വാക്കുപോലും വിക്രം തട്ടിക്കളഞ്ഞിട്ടില്ല. അത് തന്നെയല്ലേ അമ്മയുടെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് കമലാമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് കമലാമ്മയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. വിക്രമിന് എന്നോട് മാത്രമല്ല മോളെ, വിക്രം സ്നേഹിച്ചാൽ മോളെയും ഒരുപാട് സ്നേഹിക്കും. അത്ര നല്ല മനസ്സുള്ള കുട്ടിയാണ് എൻ്റെ മോൻ. എന്നാൽ എന്നെക്കാളും സ്നേഹമായിരുന്നു മാഷിനോട്. അവരെ ഒരു നല്ല കൂട്ടുകാരെ പോലെയായിരുന്നു. എല്ലാവരും അസൂയയോടുകൂടിയാണ് അച്ഛൻ്റെയും മോനെയും സന്തോഷം കണ്ടുകൊണ്ടിരുന്നത്. വിക്രം ഈ വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര പ്രിയങ്കരനായിരുന്നു. ഇപ്പോൾ എൻ്റെ മോൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കമലാമ്മ ഇങ്ങനെ കരയാണ് കേട്ടോ. എന്നിട്ട് എന്താ അമ്മ സംഭവിച്ചത്, വിക്രമിൻ്റെ ജീവിതത്തിൽ എന്താ പറ്റിയെന്ന് എന്നോടൊന്ന് തുറന്നു പറയാമേന്ന് ഇങ്ങനെ കമലാമ്മയോട് വേദ പറയുന്നുണ്ട് കേട്ടോ. അത് മോളേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമലാമ്മ പറയാൻ തുടങ്ങുമ്പോഴേക്കും മാഷ് ഇങ്ങനെ തൊണ്ടയനയ്ക്ക് ഒച്ചയിട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ മാഷിനെ കാണുമ്പോഴേക്കും കമലാമ്മ പെട്ടെന്ന് തന്നെ നിർത്തിയിട്ട് കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. എന്താടോ, രാത്രിയായില്ലേ, രാവിലെ തന്നെ പോകേണ്ടതല്ലേ, തനിക്കിതുവരെ കിടന്നുറങ്ങാറായില്ലേ? മകനെ കാത്തിരിക്കുമായിരിക്കും അല്ലേ എന്നിങ്ങനെ മാഷ് പറയുമ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, അതേ മാഷേ, എന്തായാലും വിക്രമിനോടൊന്ന് പറഞ്ഞിട്ട് കിടന്നില്ലെങ്കിൽ രാവിലെ അവനെ കാണാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ടാണ് അവനെ ഞാൻ വരാൻ നോക്കിയിരിക്കുന്നത്. അവനോടൊന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ശരി, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുക്കുന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വേദയും അപ്പോൾ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും കമലാമ്മയുടെ പുറകെ ഇങ്ങനെ മാഷ് കയറി പോകുന്നു. അങ്ങനെ കമലാമ്മ വെള്ളം എടുത്ത് കൊടുത്തിട്ട് മാഷ് വെള്ളം ഇങ്ങനെ കുടിച്ചതിന് ശേഷം പറയുന്നുണ്ട്, താൻ ആ കുട്ടിയോട് പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ ഞാൻ കേട്ടു. എന്താ മാഷേ, എന്താന്നിങ്ങനെ കമലാമ്മ ചോദിക്കുമ്പം, എന്തിനാടോ കഴിഞ്ഞുപോയ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളൊക്കെ വീണ്ടും കുത്തിപ്പൊക്കുന്നതാ? ആർക്കും ഒരു സന്തോഷം തരുന്ന കാര്യമല്ല ഇത്. ഇനിയിപ്പോൾ ആ ഒരു കാലം തിരിച്ചു വരുമെന്നും താനിനി പ്രതീക്ഷിക്കണ്ട. പിന്നെ എന്തിനാ ആ കുട്ടിയോടും ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇനി പറയാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട്, അല്ല മാഷേ, വേദമോളിങ്ങനെ ചോദിച്ചപ്പോൾ എന്തായാലും ഇനി അതിനെക്കുറിച്ച് ഇവിടെ ഒരു ചർച്ച വേണ്ടെന്നിങ്ങനെ പറഞ്ഞിട്ട് മാഷ് പറയുന്നുണ്ട്, ഇനി അവനെ നോക്കി ഇരുന്നിട്ടേ താൻ തൻ്റെ ഉറക്കം കളയണ്ട, വന്ന് കിടക്കാൻ നോക്കുന്നിങ്ങനെ പറഞ്ഞിട്ട് മാഷ് കിടക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമലാമ്മ കിച്ചണിലേക്ക് പോകുന്ന നേരത്തിന് നമ്മുടെ വേദയാണെങ്കിൽ ഇങ്ങനെ വരാന്തയിൽ തന്നെ വന്നിങ്ങനെ വിക്രമിനെ നോക്കിയിരിക്കുകയാണ്. ഈ സമയം വിക്രം എത്തുന്നുണ്ട് കേട്ടോ. ബൈക്കിൻ്റെ സൗണ്ട് കേട്ടോണ്ട് കമലാമ്മയും പുറത്തേക്ക് വരുന്നുണ്ട്. വേദയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിക്രത്തിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ, നിങ്ങൾക്ക് ഈ തല്ലും ഗുണ്ടാപ്പണിയൊക്കെ രാത്രിയുണ്ടോ? അപ്പം നിങ്ങൾക്ക് ഷിഫ്റ്റ് വെച്ചിട്ടാണോ ഡ്യൂട്ടി ഇടുന്നതെന്നൊക്കെ ഇങ്ങനെ വിക്രമിനെ കളിയാക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ.
ഇത് കേട്ടിട്ട് വിക്രമാണെങ്കിൽ ദേഷ്യപ്പെട്ടിങ്ങനെ വേദയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ ഇന്ന് വരെ ഈ സമയത്ത് തന്നെ എനിക്കിഷ്ടമുള്ളപ്പോൾ വരും, ഞാൻ കിടന്നുറങ്ങും, പിന്നെ അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ഇത്രയും നാളെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരിക്കും ഞാനെന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ പതുക്കെ പറയുന്നുണ്ട്, വെട്ടുപോത്തെന്നുള്ള പേര് ഇയാൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ആരും ഇട്ടതാണെന്ന് തോന്നുന്നു, മോന്ത കണ്ടില്ലേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, എന്താടി എന്താ നീ പറഞ്ഞതെന്നിങ്ങനെ, ഞാനൊന്നും പറഞ്ഞില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഈ സമയം കമലാമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം നീ എത്തിയോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് കമലാമ്മ വരുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അമ്മ എന്താ എന്നോട് അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്, അതാ ഞാൻ വേഗം നിങ്ങൾ വന്നേന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചതിൻ്റെ പേരിലല്ല വിക്രം, ഇനിയിപ്പോൾ സന്ധ്യ കഴിയുന്നതിന് മുമ്പേ വീട്ടിൽ കയറിക്കോണം, ഇപ്പോൾ നിനക്കൊരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, ആ ഒരു ഓർമ്മ നിനക്ക് എപ്പോഴും വേണമെന്നിങ്ങനെ കമലാമ്മ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വിക്രമാണെങ്കിൽ വേദ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട്. വേദയപ്പോൾ അവിടെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ അമ്മ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, വിക്രം ഞാനും മാഷും കൂടി രാവിലെ തന്നെ അച്ഛമ്മയുടെ അടുത്തേക്കൊന്ന് പോവാണ്, വെളുപ്പിനെ തന്നെ പോകണം, എന്താ അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും സുഖമില്ലെന്നിങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അച്ഛമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, എന്തായാലും മാഷിനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്കൊന്ന് ചെല്ലെന്നും പറഞ്ഞിട്ട് അമ്മ വിളിച്ചിരുന്നു, അപ്പോൾ ഞങ്ങളൊന്ന് പോയിട്ട് വരാം, നാളെ പുലർച്ചെ എത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനെന്താ അമ്മ പോയിട്ട് വാ, എന്തായാലും നിന്നോട് ഒന്ന് പറയാണ്ട് പോയാലേ എനിക്കൊരു സമാധാനവും ഇല്ല, അതുകൊണ്ടാണ് പറഞ്ഞതെന്നിങ്ങനെ കമലാമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, വിക്രം നമുക്കും കൂടി പോയാലേ അച്ഛമ്മയെടുത്ത്, എനിക്ക് അച്ഛമ്മയെടുത്ത് പോകാൻ വളരെ ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നിന്നെയും കൊണ്ട് ഞാൻ പോകുന്നുണ്ടടി, എന്നിട്ട് വേണം നിനക്ക് അവിടെ ചെന്ന് കിടന്നേ അച്ഛമ്മയുടെ മുമ്പിൽ വലിയ ഷോ ഇടാൻ വേണ്ടിയിട്ട്, നിനക്ക് പോണെങ്കിലേ നീ തന്നെ അങ്ങ് പോയാൽ മതി, പിന്നെ നീ തന്നെ പോയെന്നും പറഞ്ഞ് നിന്നെ ആരും പിടിച്ച് തിന്നുമെന്നൊന്നും പേടിക്കണ്ട, നിന്നെ കണ്ടാലേ എല്ലാവരും പേടിച്ചോടും, നിന്റെ നാക്കിന്റെ നീളം അത്രയ്ക്കാണല്ലോ എന്ന് പറയാണ് കേട്ടോ വിക്രം. അപ്പോഴേക്ക് വേദ പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെ പോകുന്ന കാര്യമല്ല പറഞ്ഞത്, ഞാൻ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെയും കൊണ്ടേ പോകുമെന്ന് പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, എന്നെയും കൊണ്ട് പോകാൻ തന്നെയടി നീ കച്ച കെട്ടി ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നതെന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് കമലാമ്മ പറയുന്നുണ്ട്, എന്താടാ വേദമോള് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്, നീ അല്ലാതെ പിന്നെ ആരാ ഇനി വേദമോളെ എവിടേക്കെങ്കിലും ഒക്കെ കൊണ്ടുവന്നത്, തന്നെയല്ല അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലണമെന്ന് അമ്മ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നീ ഇനി വേദമോളെയും കൂട്ടിയിട്ട് പറഞ്ഞ് അങ്ങോട്ടേക്ക് വിട്ടേക്കണമെന്ന്, ബാക്കി എല്ലാ കാര്യവും അച്ഛമ്മ നോക്കിക്കൊള്ളാന്നാ പറഞ്ഞേക്കുന്നതെന്ന് ഇങ്ങനെ പറയാണ്. അങ്ങനെ കമലാമ്മ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം വേണ്ട, എന്തോ അത്യാവശ്യത്തിനാണ് അമ്മ വിളിച്ചത്, ഞങ്ങളൊന്ന് പോയിട്ട് വന്നിട്ട് നിങ്ങൾ രണ്ടുപേരെ മാത്രമായിട്ട് അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ടെന്നിങ്ങനെ കമലാമ്മ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അമ്മ എന്താ പറയുന്നത്, ഇവളെയും കൂട്ടിയിട്ട് ഞാൻ അച്ഛമ്മയെടുത്ത് തനിയെ പോവാനോ, എന്താ വിക്രമിന് എന്നെ കൂടെ വരാൻ പേടിയാണോ, ഞാനൊന്നും വിക്രമിനെ എന്തായാലും പിടിച്ച് തിന്നില്ല കേട്ടോ, നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കാണ് കേട്ടോ വേദ. എടീ നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ കൈയൊങ്ങുമ്പോഴേക്കും നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട്, വിക്രം ഒന്ന് നിർത്ത്, പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചോറെടുത്ത് വെക്കാം, വാ മോളെന്ന് പറഞ്ഞിട്ട് കമലാമ്മ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിൽ പോയി കുളിച്ചിട്ടൊക്കെ വരാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമലാമ്മയാണെങ്കിൽ വിക്രമിന് ചോറ് വിളമ്പി കൊടുത്തുകൊണ്ട് വിക്രമിൻ്റെ അടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് മാറി നമ്മുടെ വേദയിൽ നിൽപ്പുണ്ട്. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, എന്തിനാടാ വേദമോളോട് നീ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഇനി ഈശ്വര നിശ്ചയപ്രകാരമാണ് അന്ന് നീ ബലമായിട്ട് കെട്ടിയെങ്കിൽ ഇന്ന് ഈശ്വരൻ കൊണ്ടാണ് വേദമോളുടെ കഴുത്തിൽ നിന്റെ താലി അണിയിച്ചിരിക്കുന്നത്, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും വേദമോളല്ലാതെ മറ്റൊരു പെണ്ണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല, നിനക്ക് എന്തു പാവാടാ, എന്ത് നല്ല കുട്ടിയായത്, ഇത്രയും നല്ലൊരു പെൺകുട്ടി നിനക്ക് സ്വപ്നത്തിൽ പോലും കിട്ടില്ല എന്നിങ്ങനെ കമലാമ്മ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അമ്മയൊന്നും നിർത്തുന്നുണ്ടോ, ഏത് നേരവും ഇവളുടെ കാര്യം പറഞ്ഞിട്ട് ഉപദേശിക്കാനേ എല്ലാവർക്കും സമയമുള്ളൂ, ഇവളെ യഥാർത്ഥ സ്വഭാവമേ അമ്മയ്ക്കൊന്നും അറിയാൻ മേലാഞ്ഞിട്ടാ, അവളുടെ നാക്കിന് നീളം അമ്മയ്ക്ക് നന്നായിട്ട് അറിയുമ്പോഴേ അമ്മ പഠിച്ചോളൂ എന്നിങ്ങനെ വിക്രം പറയാണ് കേട്ടോ. അപ്പോഴേക്ക് കമലാമ്മ പറയുന്നുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും വേദമോളെ എനിക്ക് നന്നായിട്ട് അറിയാം, ഇത്രയും അച്ചടക്കവും എളിമയൊക്കെയുള്ള ഒരു മരുമോളെ കിട്ടാൻ തന്നെ ഞാൻ പുണ്യം ചെയ്തിരിക്കണം, എന്തായാലും എനിക്ക് വേദമോളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കമലാമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രമാണെങ്കിൽ പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് വേദേനെ ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ വേദ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് വിക്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ദേഷ്യം കാണിക്കാണ് കേട്ടോ. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവളെക്കുറിച്ച് എന്നോടൊന്നും സംസാരിക്കേണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചോറ് മതിയെന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട്.
അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, മോനെ നീ ചോറ് ഫുള്ള് കഴിച്ചിട്ട് പോ. ഇല്ലമ്മേ എനിക്ക് വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഒന്ന് നിന്നേ, എന്താടി നിനക്കിനി എന്താ പറയാനുള്ളത്? അടുത്ത ഉപദേശമായിരിക്കും. അല്ല, അമ്മ രാധയെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു വെളുപ്പിനെ പോകാനായിട്ട് ഒന്ന് വരണമെന്ന്, അച്ഛനെയും അമ്മേനെയും ബസ് സ്റ്റാൻഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് വിളിച്ചിട്ട് അവളെ ഒന്ന് ഓർമ്മിപ്പിച്ചേരുന്നിങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ ഫോൺ എടുത്തിട്ട് രാധയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയാണെങ്കിൽ ഇങ്ങനെ അപ്പുറത്ത് മാറി നിൽപ്പുണ്ട്, എന്താണ് വിക്രം സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാധ ഫോൺ എടുക്കുന്നത് പെട്ടെന്ന് തന്നെ വിക്രമിൻ്റെ കോള് കാണുമ്പോൾ ചാടി എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വിക്രം, അവൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ബലം പ്രയോഗിച്ച് അവിടെ നിന്നാലും എൻ്റെ വിക്രമേട്ടൻ്റെ മനസ്സിലേ ഞാൻ മാത്രമേ ഉള്ളെന്ന് അറിയാം. രാത്രി ഉറങ്ങാൻ കിടന്നിട്ടോ ഉറക്കം വരുന്നില്ലല്ലേ, എന്താ വിക്രമേട്ടാ വിളിച്ചതെന്നിങ്ങനെ രാധ ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വിക്രം പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, അതെ ഈ പാതിരാത്രിയിൽ നിന്നോട് കൊഞ്ചിക്കുഴയാനൊന്നുമല്ല ഞാൻ വിളിച്ചത്. രാവിലെ അച്ഛനും അമ്മയ്ക്കും വെളുപ്പിനെ 4 മണിക്ക് ഒന്ന് നാട്ടിൽ വരെ പോകണം, നീ ഒന്ന് അവരെ ബസ് സ്റ്റാൻഡ് വരെ വിടണമെന്നിങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് രാധ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഓ ഇത് പറയാനോ എന്നെ വിളിച്ചത്, എന്നാ ശരിയെന്ന് പറഞ്ഞിട്ട് രാധ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് വേദ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. രാവിലെ ആകുമ്പോഴേക്കും മാഷും കമലാമ്മയും പോയിട്ടുണ്ടാവും കേട്ടോ. വേദ ഉറക്കണമെന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ ശ്രീജി ആണെങ്കിൽ കിച്ചണിൽ ഓരോ പണികളൊക്കെ ആയിരിക്കും. അപ്പോൾ വേദ ശ്രീജിയോട് ചോദിക്കുന്നുണ്ട്, നന്ദിനി ഏട്ടത്തി എഴുന്നേറ്റ് വന്നില്ലേ ശ്രീജേച്ചി എന്ന് ചോദിക്കുമ്പോൾ, ആ നന്ദിനി വന്നു, ഒരു ഗ്ലാസ് ചായയായിട്ട് റൂമിലേക്ക് പോയിട്ടുണ്ട്, ഇനി ഉടനെ എങ്ങും നന്ദിനിയെ പ്രതീക്ഷിക്കണ്ട. നന്ദിനിയെ പ്രതീക്ഷിച്ച് ഇവിടെ ഇരുന്നാലേ രാവിലെ എല്ലാവർക്കും കാപ്പി അടിക്കേണ്ടതല്ലേ, അപ്പോൾ ഞാനങ്ങ് തുടങ്ങിയെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ ശ്രീജേട്ടത്തി വിഷമിക്കണ്ട, ഞാനും ശ്രീജേട്ടത്തിയുടെ കൂടെ കൂടാന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ ശ്രീജയോടൊപ്പം കൂടുന്നുണ്ട്. ഈ സമയം വിക്രമാണെങ്കിൽ ഉറക്കമുണന്നിട്ട് അടുക്കളയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അമ്മയും അച്ഛനും ഒക്കെ പോയ ശ്രീജേട്ടത്തി എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, ഞാൻ നല്ല ഉറക്കമായിരുന്നു വിക്രം, വേദയാണ് കഥകളൊക്കെ തുറന്നിട്ട് അവരെ യാത്ര അയച്ചത്, കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു എന്നാ പറഞ്ഞത്, ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ വിക്രമാണെങ്കിൽ വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അപ്പോൾ വേദ ഇങ്ങനെ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ എന്താടി ഉണ്ടകണി നോക്കുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും ശ്രീജയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേദയുടെ കയ്യിൽ ചായ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിക്രമിന് ചായ കൊടുത്തിട്ട് വിക്രം ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ നോക്കി ചിരിക്കുമ്പോൾ, അയ്യോ ചിരിക്കാൻ പറ്റിയ മോന്ത, നിനക്കേ വേറെ ഒന്നുമില്ലേ, നീ പോയി വല്ല പണിയും ചെയ്യടിയെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്ക് ശ്രീജ ചോദിക്കുന്നുണ്ട്, എന്തിനാ വിക്രം ഏത് നേരം രണ്ടുപേരും നോക്കിയാലും കീരിയും പാമ്പും പോലെയാ. വേദമോള് ഈ വീട്ടിൽ വന്നിട്ട് എത്ര നാളായി, ഇനിയെങ്കിലും രണ്ടുപേരും ഒന്ന് പരസ്പരം സ്നേഹിച്ചുകൂടെ, ഈ വിക്രമിന് ഒരു മാറ്റവും ഇല്ലെന്നിങ്ങനെ ശ്രീജ പറയുന്നുണ്ട്. ഈ സമയം നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ ശ്രീജേട്ടത്തി അല്ലേലും ഇവക്ക് സൈഡ് പിടിക്കാനല്ലേ മുമ്പിൽ കാണുള്ളൂ, അല്ലെങ്കിൽ തന്നെ വിക്രമിന് ഇവളെ ഇഷ്ടമല്ലെന്ന് ശ്രീജേട്ടത്തിക്ക് അറിയാവുന്നല്ലേ, പിന്നെ എന്തിനാ ശ്രീജേട്ടത്തി ഏത് നേരവും ഇവരെ തമ്മിൽ അങ്ങ് ഒന്നിപ്പിക്കാനായിട്ട് മുമ്പിൽ നിൽക്കുന്നത്? ഇവള് വെറുതെ വലിഞ്ഞു കയറി ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഒന്നാമത്തെ കല്യാണത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവല്ലോ എന്ന് വിചാരിച്ചപ്പോൾ രണ്ടാം കല്യാണം അവൻ തട്ടിത്തെറിപ്പിച്ച താലിയാ ഇവിടെ കഴുത്തിൽ വന്ന് വീണത്, അല്ലാതെ അവൻ സ്നേഹപൂർവ്വം കെട്ടിയ താലിയൊന്നും അല്ലല്ലോ എന്നിങ്ങനെ നന്ദിനി പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വേദയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ നന്ദിനി എന്താ ഈ രാവിലെ നീ ഓരോന്ന് വന്ന് പറയുന്നത്? അതെ വെറുതെ ആരും ബലമായിട്ട് ഉണ്ടോന്ന് ഇട്ടതൊന്നും അല്ലല്ലോ, അത് ഈശ്വരനായിട്ട് വേദയുടെ കഴുത്തിൽ അണിയിച്ച താലിയാ, അത് ഈശ്വരൻ നിശ്ചയപ്രകാരമാണ് അത് നടന്നിട്ടുള്ളതാ, അതിലും വലിയ എന്ത് അനുഗ്രഹമാണ് ഇവരുടെ ജീവിതത്തിൽ വേണ്ടതെന്നിങ്ങനെ ശ്രീജ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഓ വലിയ അനുഗ്രഹം തന്നെ, ഇവൾ ഈ പേരും പറഞ്ഞിട്ടേ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ, എന്തായാലും വിക്രം ഈ ജന്മത്തിൽ ഇവളെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വിക്രമാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വേദയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. വിക്രമിന് പെട്ടെന്ന് ഒരു സെന്റിമെന്റ്സ് ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. വിക്രം അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിൽ കുളിച്ച് രാവിലെ റെഡിയായിട്ടൊക്കെ വരുമ്പോൾ വേദ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. വേദ പറയുന്നുണ്ട്, വിക്രം ഇന്ന് എന്നെ ഒന്ന് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുമോ? എന്നെ ആ ഉമാമഹേശ്വരി ക്ഷേത്രത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകുമോ? എനിക്കെന്തോ ഒരു മനസ്സിനൊരു വല്ലായ്മ പോലെ, എനിക്ക് തനിയെ പോകാനായിട്ട് വയ്യ വിക്രം, എന്നെ ഒന്ന് കൊണ്ടുപോവോ വിക്രം, പ്ലീസ് വിക്രം എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രമിനാണെങ്കിൽ ആ നന്ദിനി പറഞ്ഞ കാര്യത്തിൽ വേദയ്ക്ക് ഫീൽ ചെയ്തെന്ന് മനസ്സിലാവുന്നുണ്ട്. വിക്രം ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, വിക്രം എന്തായാലും വേദനെ ഒന്ന് അമ്പലത്തിലല്ലേ കൊണ്ടുപോകാൻ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയിട്ട് വാ, ഇവിടെയുള്ള പണികളൊക്കെ ഞാൻ ചെയ്തോളാം, എന്തായാലും ഇന്ന് അച്ഛനും അമ്മയും ഇല്ലല്ലോ, അപ്പം നിങ്ങൾ പതിയെ പോയിട്ട് വാന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ അന്നേരം വിക്രമും ഇങ്ങനെ മനസ്സിലാ മനസ്സോടു കൂടി സമ്മതിക്കുന്നുണ്ട്.
എന്നാൽ ശരി വിക്രം, ഞാൻ ഇപ്പം തന്നെ പോയി റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദയാണെങ്കിൽ ഒരു സെറ്റ് സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ ഒരുങ്ങി ഇറങ്ങി വരുന്നത് കാണുമ്പോഴേക്കും വിക്രം പെട്ടെന്ന് തന്നെ കണ്ണെടുക്കാതെ ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ശ്രീജയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ശ്രീ ചേച്ചി ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ നന്ദിനി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഡി എവിടേക്കായി ഒരുങ്ങി കെട്ടി? അതെ, ഞാനും എൻ്റെ ഭർത്താവും കൂടി അമ്പലത്തിൽ വരെ പോയിട്ട് വരാട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ നീ വിക്രമിൻ്റെ കൂടെയോ എന്നിങ്ങനെ നന്ദിനി ചോദിക്കുകയാണ് കേട്ടോ. ഈ നന്ദിനി ഏട്ടത്തേക്ക് എന്താ? എൻ്റെ വിവാഹം കഴിഞ്ഞു, എൻ്റെ ഭർത്താവല്ലേ വിക്രം. അപ്പോൾ വിക്രമിൻ്റെ കൂടെ ഞാൻ അമ്പലത്തിൽ പോകുന്നതിന് നന്ദിനി ഏട്ടത്തേക്ക് എന്താ ഇത്ര അത്ഭുതം എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കണ്ടിട്ട് വിക്രമിൻ്റെ പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് വിക്രമിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ വേദ. പെട്ടെന്ന് നന്ദിനി നോക്കുമ്പോഴേക്കും വിക്രമിനാണ് പെട്ടെന്ന് കൈ ഇങ്ങനെ വെട്ടിച്ച് വിടാനും പറ്റുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം വേദയും കൂടി ബൈക്കിൽ ഇങ്ങനെ പോകുന്നത് നമ്മുടെ രാധയും ജീനയും കൂടി ഓട്ടോ സ്റ്റാൻഡിൽ നിന്നിട്ട് കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് ജീന പറയുന്നുണ്ട്, വിക്രമേട്ടന് എന്തായാലും ഏറ്റവും യോജിച്ച പെൺകുട്ടി തന്നെയാ വേദ. ആ കുട്ടി എന്ത് നല്ലൊരു കുട്ടിയാ. എന്തായാലും വിക്രമേട്ടൻ തട്ടിക്കെറിഞ്ഞ മാലയാണ്. അത് ഉമാമഹേശ്വരി തന്നെയാണ് വേദയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അവരെ ഈ ജന്മത്തിലെന്നല്ല 7 ജന്മത്തിലും ആർക്കും പിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ ജീന പറയുന്നത് കേട്ടിട്ട് നമ്മുടെ രാധയ്ക്കങ്ങ് കലി തുള്ളുകയാണ് കേട്ടോ. മതി, നിർത്ത്. നിന്നെ അവള് വശത്താക്കി വെച്ചിരിക്കുക. നീ എൻ്റെ കൂട്ടുകാരിയാണോ അതോ അവളുടെ കൂടെയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജീന പറയുന്നുണ്ട്, എന്താടി ഇത്? വിക്രമേട്ടൻ്റെ വിവാഹം കഴിഞ്ഞ് അവരൊരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാനും തുടങ്ങി. ഇപ്പോഴും നീ ഇതും മനസ്സിലിട്ടുകൊണ്ട് നടക്കുവാണോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആരെന്തൊക്കെ പറഞ്ഞാലും വിക്രമേട്ടൻ എൻ്റേത് മാത്രമാണ്. ഇന്നല്ലെങ്കിൽ നാളെ വിക്രമേട്ടൻ എൻ്റെ സ്വന്തമാക്കിയിരിക്കും. അല്ലെങ്കിൽ ഈ രാധയ്ക്ക് മറ്റൊരു ജീവിതം ഇല്ല എന്നിങ്ങനെ രാധ ഭയങ്കര വയലൻ്റായിട്ട് പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ജീന ഇങ്ങനെ സമാധാനിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിലും ഇനി എന്നോട് ആരും ഒന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് ഓട്ടോയെ എടുത്തോണ്ട് പോവാണ് കേട്ടോ. എടി നിൽക്ക്, നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്? എന്നോട് ആരും സംസാരിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്നേ ഞാൻ കാണിച്ചു തരാമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രാധ ഓട്ടോയും എടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം അമ്പലത്തിൽ പോയിട്ട് വിക്രമാണെങ്കിൽ അവിടെ പുറത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതേ നിങ്ങൾ കയറി വരുന്നില്ലേ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ, അതേ പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചോളാം, നീ പോയി നിനക്ക് പ്രാർത്ഥിക്കുന്നെങ്കിലേ പോയി പ്രാർത്ഥിച്ചിട്ട് വാന്നിങ്ങനെ പറയാണ്. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിനെ നിർബന്ധിക്കുന്നില്ല. അങ്ങനെ മനസ്സുരുകി വേദ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഈശ്വര, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ഇനിയിപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തി കളയില്ലേ? ഇപ്പോൾ ദീപ്തിയും അച്ഛനും അമ്മയും മുത്തശ്ശിയും ആരും ഇല്ലാതെ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. വിക്രമിൻ്റെ മനസ്സിൽ എനിക്കൊരിടം നൽകുമോയെന്ന് എനിക്കറിയില്ല. നീ തന്നെയാണ് വിക്രം തട്ടിയെറിഞ്ഞ് താലിയും എൻ്റെ കഴുത്തിൽ അണിയിച്ചത്. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഇവിടെ ചെയ്യാനുണ്ടെന്ന് നീ തീരുമാനിച്ചിരിക്കുകയാണ്. വിക്രമിനെ നല്ല സ്വഭാവത്തിലാക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വരുന്ന വേദയും കൂട്ടിയിട്ട് ഇങ്ങനെ വിക്രം വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് ഇങ്ങനെ ചെന്ന് കയറുമ്പോഴേക്കും ശ്രീജയാണെങ്കിൽ ആകപ്പാടെ പരിഭ്രമിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ വിക്രം എത്തിയോ, എനിക്ക് വന്നേ ഒരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീജേട്ടത്തി, എന്താ പ്രശ്നം? അതെ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴേക്കും നന്ദിനി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആ നീ വന്നതീ പിന്നെ ഇവിടെ എല്ലാം നടക്കുന്നത് നല്ലതാണല്ലോ. നീ കാരണം എത്ര ജീവനടി അപകടത്തിലാകാൻ പോകുന്നതെന്ന് ഇങ്ങനെ പറയാട്ടോ. നന്ദിനി നീ ഒന്ന് നിർത്തുന്നിങ്ങനെ ശ്രീജ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി, എന്താ സംഭവിച്ചത്? വിക്രം, രാധ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാ ഇപ്പൊ പറഞ്ഞത്. ഇപ്പോൾ വിശ്വേട്ടൻ വന്നപ്പോഴാ പറഞ്ഞത്. രാധയോ, എന്താ പറ്റിയെന്നിങ്ങനെ വേദ ചോദിക്കുന്നുണ്ട് കേട്ടോ. വിക്രം പെട്ടെന്ന് തന്നെ ഷോക്കാവുന്നുണ്ട്. എന്താ ഏട്ടത്തി സംഭവിച്ചതെന്നിങ്ങനെ വേദ ചോദിക്കുമ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, വിശ്വേട്ടൻ കടയിൽ പോയപ്പോൾ ആരോ പറയുന്ന കേട്ടത്രേ, രാധ ICUയിലാണ്, ക്രിട്ടിക്കലാണെന്നാണ് പറഞ്ഞത്. എന്താണെന്നൊന്നും അറിയില്ല, എന്താ ചെയ്യുക വിക്രം, അച്ഛനും അമ്മയും ഇവിടെ ഇല്ലല്ലോ എന്നിങ്ങനെ ശ്രീജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം, ജീനെ ഒന്ന് വിളിച്ച് നോക്കിയാൽ കാര്യങ്ങൾ അറിയാമല്ലോ എന്നിങ്ങനെ ശ്രീജ പറയുന്നുണ്ട്. എന്തായാലും ജീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും തനിയെ ഇപ്പോൾ പോകണ്ട, ഞാനും കൂടി വരാമെന്നിങ്ങനെ പറയാം കേട്ടോ. ഇത് കേട്ടിട്ട് ശ്രീജയും പറയുന്നുണ്ട്, അതേ വിക്രം, നീ ഇപ്പോൾ തനിയെ പോകണ്ട, മോളും വേദയും കൂടി വരട്ടെ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ.
അങ്ങനെ വേദയും വിക്രമും കൂടി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ തന്നെ ഐസുവിൻ്റെ വാതിക്കൽ വേദയുടെ ജീനയും രാധയുടെ അമ്മയും ഒക്കെ കൂടി ഇരിപ്പുണ്ട് കേട്ടോ. രാധയുടെ അമ്മ ഭയങ്കര കരച്ചിലായിരിക്കും. ഇവയുടെ വേദയും വിക്രമിനെയും കാണുമ്പോഴേക്കും രാധയുടെ അമ്മ പെട്ടെന്ന് തന്നെ ഭയങ്കര വയലൻ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? എൻ്റെ മോള് ചത്തോന്നറിയാൻ വേണ്ടിയിട്ടാണോ? നിനക്ക് പണവും പ്രതാപവും ഉള്ള ഇവളെ കിട്ടിയപ്പോൾ എൻ്റെ മോള് നിനക്കൊരു പഴന്തുണിയായില്ലേ? എൻ്റെ മോളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ ഒറ്റ ഒരുത്തനാ. രണ്ടെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. എൻ്റെ മോൾ അവൾ മാത്രമാണ് എനിക്കുള്ളത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പോൾ ജീന സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മേ രാധയ്ക്കൊന്നുമില്ല, അമ്മ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ജീന പറയുന്നുണ്ട്, വിക്രമേട്ടൻ എന്തായാലും ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പൊക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ജീന അത് പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഇപ്പോൾ വിക്രമേട്ടൻ ഒന്നും പറയണ്ട, ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ട് വേദ ഇപ്പോൾ വിക്രമേട്ടനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പൊക്കോന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ വിക്രമും വേദയും കൂടി വിക്രമാകെ ഷോക്കായിരിക്കുകയാണ്. വേദയ്ക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയും വിക്രമും പോകുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അടുത്ത എപ്പിസോഡ് ബാക്കി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.